മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായ വിഷയത്തിൽ യുഎസിന് മറുപടിയുമായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. ഭാരതത്തിന് കരുത്തുറ്റ ജുഡീഷ്യറിയുണ്ട്. നിയമവാഴ്ചയെക്കുറിച്ച് മറ്റുള്ളവർ പഠിപ്പിക്കേണ്ടെന്നും നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നും ജഗ്ദീപ് ധൻഖർ വ്യക്തമാക്കി. വിവരങ്ങൾ നൽകാൻ ഗൗതം അനന്തനാരായണൻ ഉണ്ട്. ഗൗതം, ഈ അരവിന്ദ് കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്തതിൽ യുഎസും ജർമ്മനിയും അഭിപ്രായപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഉപരാഷ്ട്രപതി എന്താണ് ഇതിന് കൃത്യമായ മറുപടി നൽകിയത്? ലക്ഷ്മി, കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയവും ഇതിന് ശക്തമായ മറുപടി യുഎസിനും ജർമ്മനിക്കും മറ്റും നൽകിയതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഭാരതത്തിന്റെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറും യുഎസിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ജുഡീഷ്യറി ഉള്ള ഒരു രാഷ്ട്രമാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്തെ മറ്റുള്ളവർ ലെക്ചർ എടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ നിയമവ്യവസ്ഥ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ജുഡീഷ്യറി സംവിധാനം എങ്ങനെയാകണം എന്നതിനെപ്പറ്റി ഭാരതത്തെ ആരും പഠിപ്പിക്കേണ്ടതില്ല എന്നാണ് ജഗദീപ് ധൻഖർ വ്യക്തമാക്കിയത്. ബാർ അസോസിയേഷന്റെ ഒരു പരിപാടിയിൽ അഭിഭാഷകരുമായി ബന്ധപ്പെട്ട് സംവദിക്കുമ്പോഴാണ് യുഎസ്, ജർമ്മനി തുടങ്ങി ഈ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയ ചില രാജ്യങ്ങൾക്ക് ഭാരതത്തിന്റെ ഉപരാഷ്ട്രപതി ശക്തമായ മറുപടി നൽകിയത്. ഏതെങ്കിലും സംഘടനയ്ക്കോ വ്യക്തികൾക്കോ വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യാൻ പറ്റത്തില്ല. ഭാരതത്തിന്റെ സ്വഭാവം എന്നത് നിയമം എല്ലാ പൗരന്മാർക്കും ഒരുപോലെയാണ്, അല്ലെങ്കിൽ ആരെങ്കിലും വലിയ ആളായതുകൊണ്ട് അവർക്ക് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന ഒരു സ്വഭാവം ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിൽ ഇല്ല എന്നും ജഗദീപ് ധൻഖർ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയവും ശക്തമായ മറുപടി യുഎസ് ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾക്ക് നൽകിയിരുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്, അതോടൊപ്പം കോൺഗ്രസിനെതിരെയുള്ള ഇൻകം ടാക്സിന്റെ നടപടി തുടങ്ങിയ വിഷയങ്ങളിലാണ് ഭാരതത്തെ വിമർശിച്ച അടുത്ത കാലത്ത് ജർമ്മനി, യുഎസ് തുടങ്ങിയ രാജ്യങ്ങൾ രംഗത്തെത്തിയത്. ഈ പശ്ചാത്തലത്തിലാണ് ഭാരതം ശക്തമായ മറുപടി ഈ രാഷ്ട്രങ്ങൾക്ക് ഇപ്പോൾ നൽകുന്നത്. ഗൗതമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.